ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 17ാം ദിവസത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസിലെ ആദ്യത്തെ ടോപ്പിക് ആയിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക മേഖല. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ചിട്ടുള്ളതും റീസെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറേയധികം ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കമന്റുകളും അഭിപ്രായങ്ങളും ഒക്കെ കാണാറുണ്ട്. ഒരുപാട് സന്തോഷം. മുന്നോട്ടും നിങ്ങളുടെ സ്നേഹവും സഹകരണവും ഇതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ശാസ്ത്ര സാങ്കേതിക മേഖല, ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. 2022 ഏപ്രിലോടുകൂടി വിക്ഷേപണത്തിനൊരുങ്ങുന്ന ISROയുടെ പുതിയ തദ്ദേശീയ വിക്ഷേപണ വാഹനം. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. 2022 ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. 2022 ഏപ്രിലോടുകൂടി വിക്ഷേപണത്തിനൊരുങ്ങുന്ന ISROയുടെ പുതിയ തദ്ദേശീയ വിക്ഷേപണ വാഹനം. ഉത്തരം SSLV. ഉത്തരം SSLV. SSLVയുടെ ഫുൾ ഫോം എന്താണ്? സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് SSLVയുടെ ഫുൾ ഫോം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ്. ചെറിയ ഉപഗ്രഹങ്ങളെ, അതായത് 500 കിലോഗ്രാമിൽ വരെയുള്ള ഉപഗ്രഹങ്ങളെയാണ് ചെറിയ ഉപഗ്രഹങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിൽ ചെറിയ ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് വിക്ഷേപിക്കാൻ ശേഷിയുള്ള വാഹനം ഏതാണ്? ഉത്തരം SSLV. ചെറിയ ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് വിക്ഷേപിക്കാൻ ശേഷിയുള്ള വാഹനം. ഉത്തരം SSLV. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. ISROയുടെ ഏറ്റവും ചെറിയ വിക്ഷേപണ വാഹനം. ISROയുടെ ഏറ്റവും ചെറിയ വിക്ഷേപണ വാഹനം SSLV. ഭാരം എന്ന് പറയുന്നത് 110 ടണ്ണാണ് ഭാരം എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം. ഒരേ സമയം ഒന്നിലധികം മൈക്രോ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാൻ സാധിക്കുന്ന ചെറിയ വിക്ഷേപണ വാഹനം. ഒരേ സമയം ഒന്നിലധികം മൈക്രോ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാൻ സാധിക്കുന്ന ചെറിയ വിക്ഷേപണ വാഹനം. ഉത്തരം SSLV. അഞ്ചാമത്തെ ചോദ്യം. 2022 ജനുവരിയിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാനായി നിയമിതനായ മലയാളി. അതായത് ISROയുടെ ചെയർമാനായി 2022 ജനുവരിയിൽ നിയമിതനായ മലയാളി ആരാണെന്നാണ് ചോദ്യം. ഉത്തരം S സോമനാഥ്. ഉത്തരം S സോമനാഥ്. അടുത്തത് ആറാമത്തെ ചോദ്യമാണ്. തിരുവനന്തപുരം വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്ര ഡയറക്ടറായിരുന്ന ഇപ്പോൾ ചെയർമാനായി നിയമിതനായ മലയാളി. ഉത്തരം S സോമനാഥ്. അടുത്ത ചോദ്യം. മുൻ ISRO ചെയർമാൻ K ശിവൻ. എട്ടാമത്തെ ചോദ്യം. ISRO ചെയർമാനായി പദവിയിലെത്തുന്ന അഞ്ചാമത്തെ മലയാളി. ISRO ചെയർമാനായി പദവിയിലെത്തുന്ന അഞ്ചാമത്തെ മലയാളി ആരാണ്? S സോമനാഥ്. ഉത്തരം S സോമനാഥ്. ഒൻപതാമത്തെ ചോദ്യം നോക്കാം. ISRO ചെയർമാൻ പദവിയിലെത്തിയ മലയാളികൾ ആരൊക്കെയാണെന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരെയും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ISRO ചെയർമാൻ പദവിയിലെത്തിയ മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പേര് MGK മേനോൻ. MGK മേനോൻ. അടുത്തത് ഡോക്ടർ K കസ്തൂരിരംഗൻ. അടുത്തത് ഡോക്ടർ G മാധവൻ നായർ. അടുത്തത് ഡോക്ടർ K രാധാകൃഷ്ണൻ. S സോമനാഥ്. ഇത്രയും പേരാണ് ISRO ചെയർമാൻ പദവിയിലെത്തിയ മലയാളികൾ. MGK മേനോൻ, ഡോക്ടർ K കസ്തൂരിരംഗൻ, ഡോക്ടർ G മാധവൻ നായർ, ഡോക്ടർ K രാധാകൃഷ്ണൻ, S സോമനാഥ്. അടുത്തത് ISRO സ്ഥാപിതമായത്. ഒരുപാട് PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ISRO സ്ഥാപിതമായ വർഷം. ഉത്തരം എന്നാണ്? 1969. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ISRO സ്ഥാപിതമായ വർഷം 1969. അടുത്ത ചോദ്യം. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂര്. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂര്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ആദ്യ ചെയർമാൻ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ആദ്യ ചെയർമാൻ. ഉത്തരം
വിക്രം സാരാഭായി. ഉത്തരം വിക്രം സാരാഭായി. അടുത്തത് 13ാമത്തെ ചോദ്യം. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISROയുടെ ചെയർമാനായ വ്യക്തി. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാനായ വ്യക്തി. ഉത്തരം സതീഷ് ധവാൻ. ഉത്തരം സതീഷ് ധവാൻ. 14ാമത്തെ ചോദ്യം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാനായ ആദ്യ മലയാളി. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാനായ ആദ്യ മലയാളി MGK മേനോൻ. ഉത്തരം MGK മേനോൻ. അടുത്തത് 15ാമത്തെ ചോദ്യമാണ്. നിലവിൽ, അതായത് ഇത് 2022 ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. നിലവിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആര്? ഉത്തരം ഡോക്ടർ S സോമനാഥ്. ഡോക്ടർ S സോമനാഥ്. 16ാമത്തെ ചോദ്യം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാനാകുന്ന എത്രാമത്തെ മലയാളിയാണ് ഡോക്ടർ സോമനാഥ്? ഉത്തരം 5ാമത്തെ മലയാളി. ഓക്കെ, ഇനി 15ാമത്തെ ചോദ്യമാണ് അടുത്തത്. ക്വസ്റ്റ്യൻ നമ്പറിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 17ാമത്തെ ചോദ്യമാണ് കേട്ടോ. ഒന്ന് കറക്റ്റ് ചെയ്തു പോവുക. 17ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. 17ാമത്തെ ചോദ്യം നോക്കാം. മംഗളയാൻ വിക്ഷേപണ സമയത്തെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ. മംഗളയാൻ വിക്ഷേപണ സമയത്തെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ. ഉത്തരം K രാധാകൃഷ്ണൻ. ഉത്തരം K രാധാകൃഷ്ണൻ. അടുത്തത് 18ാമത്തെ ചോദ്യമാണ്. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISROയുടെ ചെയർമാൻ. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം G മാധവൻ നായർ. ഉത്തരം G മാധവൻ നായർ. 19ാമത്തെ ചോദ്യം. ഇന്ത്യൻ ബഹിരാകാശ പര്യവേഷണ സ്ഥാപനം. ഇന്ത്യൻ ബഹിരാകാശ പര്യവേഷണ സ്ഥാപനം. ഉത്തരം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO. ISRO സ്ഥാപിതമായ വർഷം 1969 ഓഗസ്റ്റ് 15. 1969 ഓഗസ്റ്റ് 15. ISROയുടെ ആപ്തവാക്യം. ISROയുടെ ആപ്തവാക്യം എന്താണ്? സ്പേസ് ടെക്നോളജി ഇൻ സർവീസ് ഓഫ് ഹ്യൂമൻ കൈൻഡ്. സ്പേസ് ടെക്നോളജി ഇൻ ദ സർവീസ് ഓഫ് ഹ്യൂമൻ കൈൻഡ്. അടുത്തത് 22ാമത്തെ ചോദ്യം. ISROയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ISROയുടെ ആസ്ഥാനം അന്തരീഷ് ഭവൻ, ബാംഗ്ലൂര്. അന്തരീക്ഷ ഭവൻ, ബാംഗ്ലൂര്. അടുത്ത ചോദ്യം. അടുത്തത് 23ാമത്തെ ചോദ്യം. ലോകത്തിലെ 6ാമത്തെ വലിയ ബഹിരാകാശ പര്യവേഷണ സ്ഥാപനം. ലോകത്തിലെ 6ാമത്തെ വലിയ ബഹിരാകാശ പര്യവേഷണ സ്ഥാപനം. ഉത്തരം ISRO. ഉത്തരം ISRO. 24ാമത്തെ ചോദ്യം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ്. ഉത്തരം വിക്രം സാരാഭായി. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് ആരാണ്? വിക്രം സാരാഭായി. അടുത്തത് 25ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് ആരംഭം കുറിച്ചത്. ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് ആരംഭം കുറിച്ചത് ഏത് വർഷം മുതലാണ്? 1969 മുതലാണ്. 26ാമത്തെ ചോദ്യം. തുമ്പയിൽ നിന്ന് ആദ്യമായി വിക്ഷേപിക്കപ്പെട്ട റോക്കറ്റ്. തുമ്പയിൽ നിന്ന് ആദ്യമായി വിക്ഷേപിക്കപ്പെട്ട റോക്കറ്റ് നിക്കി അപ്പാച്ചെ. നിക്കി അപ്പാച്ചെ 1963 നവംബർ 21 വിക്ഷേപിച്ചത്. അടുത്തത് 27ാമത്തെ ചോദ്യം. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഉത്തരം തുമ്പ. ഉത്തരം തുമ്പ. 28ാമത്തെ ചോദ്യം. ISROയുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസി. ISROയുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസി. ഉത്തരം VSSC തുമ്പ. VSSC തുമ്പ. അടുത്തത് 29ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം. ഉത്തരം ആര്യഭട്ട. ഉത്തരം ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ച വർഷം. ആര്യഭട്ട വിക്ഷേപിച്ച വർഷം എന്നാണ്? 1975 ഏപ്രിൽ 19. 1975 ഏപ്രിൽ 19. അടുത്ത ചോദ്യം.
31ാമത്തെ ചോദ്യം ആര്യഭട്ടയുടെ വിക്ഷേപണ വാഹനം. ആര്യഭട്ടയുടെ വിക്ഷേപണ വാഹനം. ഉത്തരം കോസ്മോസ്. ഉത്തരം കോസ്മോസ്. 32ാമത്തെ ചോദ്യം ആര്യഭട്ട വിക്ഷേപിച്ച ഉപഗ്രഹം വിക്ഷേപണ കേന്ദ്രം ഏതാണ്? സോവിയറ്റ് യൂണിയനിലെ ബെയ്ക്കന്നൂർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്. 33ാമത്തെ ചോദ്യം ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം. ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഭാസ്കര 1. ഭാസ്കര 1 ആണ് ഇന്ത്യയുടെ രണ്ടാമത്തെ വിക്ഷേപണ കൃത്രിമ ഉപഗ്രഹം. ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഭാസ്കര 1. അത് വിക്ഷേപിച്ചത് 1979 ജൂൺ 7-നാണ്. 1979 ജൂൺ 7. 34ാമത്തെ ചോദ്യം ഭാസ്കര 1ന്റെ വിക്ഷേപണ കേന്ദ്രം സോവിയറ്റ് യൂണിയനിലെ ബെയ്ക്കനൂർ ആണ്. ബെയ്ക്കനൂർ. സോവിയറ്റ് യൂണിയനിലെ ബെയ്ക്കനൂർ. 35ാമത്തെ ചോദ്യം ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം രോഹിണി. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. രോഹിണിയുടെ വിക്ഷേപണത്തിനായി ഉപയോഗിച്ച വാഹനം SLV-3. രോഹിണിയുടെ വിക്ഷേപണത്തിനായി ഉപയോഗിച്ച വാഹനം ഏതാണ്? SLV-3. ഇനി 37ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട. ഉത്തരം ശ്രീഹരിക്കോട്ട. അടുത്തത് 38ാമത്തെ ചോദ്യമാണ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഉത്തരം ശ്രീഹരിക്കോട്ട. ഉത്തരം ശ്രീഹരിക്കോട്ട. അടുത്ത ചോദ്യം 39ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം. ഉത്തരം ആപ്പിൾ. ഉത്തരം ആപ്പിൾ. ഇനി 40ാമത്തെ ചോദ്യം നോക്കാം. ആപ്പിൾ വിക്ഷേപിച്ച വർഷം. ആപ്പിൾ ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമായ ആപ്പിൾ വിക്ഷേപിച്ച വർഷം 1981 ജൂൺ 19. 1981 ജൂൺ 19. ആപ്പിൾ വിക്ഷേപിച്ച കേന്ദ്രം ഫ്രഞ്ച് ഗയാനയിലെ കൗറു എന്ന സ്ഥലത്ത് നിന്നാണ്. ഫ്രഞ്ച് ഗയാനയിലെ കൗറു എന്ന സ്ഥലത്ത് നിന്നാണ് ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമായ ആപ്പിൾ വിക്ഷേപിച്ചത്. എന്നാണ് വിക്ഷേപിച്ചത്? 1981 ജൂൺ 19. അടുത്തത് 42ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യ വിദൂര സംവേദന ഉപഗ്രഹം റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ്. ഇന്ത്യയുടെ ആദ്യ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് ഏതാണ്? IRS-1A. 1988 വിക്ഷേപിച്ചത്. IRS-1A. 43ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യ വിവിധോദ്ദേശ ഉപഗ്രഹം. ഇന്ത്യയുടെ ആദ്യ വിവിധോദ്ദേശ ഉപഗ്രഹം. ഉത്തരം INSAT-1A. INSAT-1A. ഇനി 44ാമത്തെ ചോദ്യം നോക്കാം. INSAT-1A വിക്ഷേപിച്ച വർഷം. INSAT-1A വിക്ഷേപിച്ച വർഷം 1982 ഏപ്രിൽ 10. 1982 ഏപ്രിൽ 10 എവിടെ വെച്ചാണ് വിക്ഷേപിച്ചത്? ഫ്രഞ്ച് ഗയാനയിലെ കൗറു എന്ന സ്ഥലത്ത് നിന്നാണ് വിക്ഷേപിച്ചത്. ഓക്കെ. ഇനി 45ാമത്തെ ചോദ്യം നോക്കാം. വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം. വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം. ഉത്തരം എഡ്യൂസാറ്റ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? എഡ്യൂസാറ്റ്. ഇനി 46ാമത്തെ ചോദ്യം വിദ്യയുടെ ഉപഗ്രഹം എന്നറിയപ്പെടുന്ന എഡ്യൂസാറ്റ് വിക്ഷേപിച്ച വർഷം 2004 സെപ്റ്റംബർ 20. വിദ്യയുടെ ഉപഗ്രഹം എന്നറിയപ്പെടുന്ന എഡ്യൂസാറ്റ് വിക്ഷേപിച്ച വർഷം എന്നാണ്? 2004 സെപ്റ്റംബർ 20. 47ാമത്തെ ചോദ്യം ഇന്ത്യയുടെ സമ്പൂർണ്ണ കാലാവസ്ഥാ ഉപഗ്രഹം. ഇന്ത്യയുടെ സമ്പൂർണ്ണ കാലാവസ്ഥാ ഉപഗ്രഹം. ഉത്തരം മെറ്റ്സാറ്റ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സമ്പൂർണ്ണ കാലാവസ്ഥാ ഉപഗ്രഹം മെറ്റ്സാറ്റ്. 48ാമത്തെ ചോദ്യം കൽപ്പന 1 എന്ന പേരിൽ പുനർനാമകരണം ചെയ്ത ഉപഗ്രഹം. കൽപ്പന 1 എന്ന പേരിൽ പുനർനാമകരണം ചെയ്ത ഉപഗ്രഹം. ഉത്തരം മെറ്റ്സാറ്റ്. ഉത്തരം
മെഡ്സാറ്റ്. മെഡ്സാറ്റിന്റെ പുതിയ പേരെന്താണ്? കൽപ്പന 1. 49ാമത്തെ ചോദ്യം, ഭൂപടങ്ങളും വിവിധ ഭൂപടങ്ങളും തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹം. ഭൂപടങ്ങളും വിവിധ ഭൂപടങ്ങളും തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹങ്ങൾ 2 എണ്ണമുണ്ട്. ഒന്നാണ് കാർട്ടോസാറ്റ് 1, അതുപോലെ തന്നെ റിസോഴ്സ് സാറ്റ് 1. കാർട്ടോസാറ്റ് 1, റിസോഴ്സ് സാറ്റ് 1. കാർട്ടോസാറ്റ് 1 വിക്ഷേപിച്ച വർഷം. കാർട്ടോസാറ്റ് 1 വിക്ഷേപിച്ച വർഷം എന്നാണ് 2005 മെയ് 5. 2005 മെയ് 5 PSLV C6ലാണ് വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനമാണ് PSLV C6. അടുത്തത് 51ാമത്തെ ചോദ്യം, സമുദ്ര പഠനത്തിന് മാത്രമുള്ള ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം. സമുദ്ര പഠനത്തിന് മാത്രമുള്ള ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം. ഉത്തരം ഓഷ്യൻ സാറ്റ്. ഓഷ്യൻ സാറ്റ് 1. ഓഷ്യൻ സാറ്റ് 1 വിക്ഷേപിച്ചത് 1999 മെയ് 26. 1999 മെയ് 26 വിക്ഷേപിച്ചത്. അടുത്തത് 52ാമത്തെ ചോദ്യം, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ ഫ്രാൻസിന്റെ സഹായത്തോടെ ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ ഫ്രാൻസിന്റെ സഹായത്തോടെ ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം. ഉത്തരം ഓഷ്യൻ സാറ്റ് 2. ഓഷ്യൻ സാറ്റ് 2. 53ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം. ഉത്തരം ജൂഗ്നു. ഉത്തരം ജൂഗ്നു വിക്ഷേപിച്ചത് 2011 ഒക്ടോബർ 12. 2011 ഒക്ടോബർ 12. അടുത്ത ചോദ്യം, ജൂഗ്നു ഉപഗ്രഹം നിർമ്മിച്ച സ്ഥാപനം. കാൺപൂർ IIT. ജൂഗ്നു ഉപഗ്രഹം നിർമ്മിച്ച സ്ഥാപനം ഏതാണ്? കാൺപൂർ IIT ആണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് 55ാമത്തെ ചോദ്യം, ISROയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ ഒരു സർവകലാശാല നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം. ISROയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ ഒരു സർവകലാശാല നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം. ഉത്തരം അനുസാറ്റ്. ഉത്തരം അനുസാറ്റ്. 56ാമത്തെ ചോദ്യം, അനുസാറ്റ് നിർമ്മിച്ച യൂണിവേഴ്സിറ്റി. അണ്ണാ യൂണിവേഴ്സിറ്റി. തമിഴ്നാട്ടിലെ അണ്ണാ യൂണിവേഴ്സിറ്റിയാണ് അനുസാറ്റ് നിർമ്മിച്ചത്. 57ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ തദ്ദേശീയ നിർമ്മിത റഡാർ ഇമേജിംഗ് ഉപഗ്രഹം. ഇന്ത്യയുടെ തദ്ദേശീയ നിർമ്മിത റഡാർ ഇമേജിംഗ് ഉപഗ്രഹം. ഉത്തരം റീസാറ്റ് 1. PSLV 19 ആണ്. PSLV S19 ആണ് വിക്ഷേപണ വാഹനം. ഇന്ത്യയുടെ തദ്ദേശീയ നിർമ്മിത റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് റീസാറ്റ് 1. റീസാറ്റ് 1 വിക്ഷേപിച്ച വർഷം. റീസാറ്റ് 1 വിക്ഷേപിച്ച വർഷം എന്നാണ് 2012 ഏപ്രിൽ 26. 2012 ഏപ്രിൽ 26. 59ാമത്തെ ചോദ്യമാണ് അടുത്തത്. റീസാറ്റ് 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ. റീസാറ്റ് 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ. ഉത്തരം വളർമതി. ഉത്തരം വളർമതി. 60ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹം. ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹമാണ് IRNSS. IRNSS. 61ാമത്തെ ചോദ്യം, IRNSSന്റെ ഗതിനിർണയ ഉപഗ്രഹ ശ്രേണിയിലുള്ള ഉപഗ്രഹങ്ങൾ 7 എണ്ണമാണ്. IRNSSന്റെ ഗതിനിർണയ ഉപഗ്രഹ ശ്രേണിയിലുള്ള ഉപഗ്രഹങ്ങൾ 7 എണ്ണം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് 61 ചോദ്യോത്തരങ്ങളാണ് പഠിച്ചത്. വരും ദിവസങ്ങളിൽ ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. റീസെൻ്റ് ആയിട്ടും കറണ്ട് അഫെയറിലും ഒക്കെ നമുക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതികളൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. എക്സാമിനോട് അടുപ്പിച്ച് നമ്മൾ ഉടനെ തന്നെ കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അപ്പം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ടിടാം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്